ഹായ്, എൻ്റെ പേര് വിദ്യ. എൻ്റെ പേര് അക്ഷിത. ഞങ്ങള് ക്യൂൻസ്വേല് ഒരു ചെറിയൊരു തട്ടുകട നടത്തുന്നുണ്ട്. തട്ടുകട എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. അമ്മയുടെയും മോളുടെയും കട എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ എല്ലാവർക്കും. ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചീസി ചിക്കൻ റോള്, എഗ് റോള്, ബ്രെഡ് ഓംലേറ്റ്, പ്യുവറായിട്ട് സ്ക്യൂസ് ചെയ്യണ ജ്യൂസ്, ഇതൊക്കെ കഴിക്കാനും കുടിക്കാനുമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പലരും ഞങ്ങളെ തേടി വരുന്നുണ്ട്. വലിയൊരു സന്തോഷമാണ്. തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇത്ര സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുമെന്നോ അതൊന്നും ഉണ്ടായിരുന്നില്ല. മാതൃഭൂമി, പിന്നെ എല്ലാ ചാനലും, എനിക്ക് പേരെടുത്ത് പറയാൻ അങ്ങനെ കിട്ടുന്നില്ല, എല്ലാ ചാനലിൽ നിന്നും വന്ന് അവരായിരുന്നു നമ്മളൊന്ന് പോപ്പുലർ ആക്കിയത്. മുന്നേ എനിക്ക് വലിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 10-12 സ്റ്റാഫിനെ വെച്ചിട്ടുള്ള ഷോപ്പായിരുന്നു. അത്യാവശ്യം നല്ലൊരു റെൻ്റൊക്കെ കൊടുക്കണത്. അവിടുന്ന് കൊറോണ വന്നപ്പോഴത്തേനും പിന്നെ നമുക്ക് റെൻറ്റ് കൊടുക്കാണ്ട് ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇത് തുടങ്ങിയത്. പലരും ചോദിച്ചിട്ടുണ്ട് മോളെ കൊണ്ട് പോകാൻ പേടിയില്ലേ. ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. എവിടെ നിന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരം. ഞായറാഴ്ചയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വന്നവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ ദൂരെ, ഇപ്പോൾ കാസർഗോഡ് ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, എന്തിനാ ഓരോരുത്തർ മറ്റേ UK എന്നൊക്കെ വന്നിട്ട് നമ്മളടുത്ത് പറയും. അവിടെ ഇരുന്ന് കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് ചേച്ചി, ഇവിടെ വന്നിട്ട് കാണാൻ വേണ്ടി. പിന്നെ ഓരോ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിച്ച് ഇങ്ങനെ വേണം, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനമാണ് നമുക്ക്. ഇൻസ്റ്റയിലൊക്കെ വരുമെങ്കിലും ഇത്രയും വൈറൽ ആവുമെന്ന് ഞാൻ വിചാരിച്ച നമുക്ക് തന്നെ അത് കിട്ടുമ്പോഴായിരുന്നു. അത് ഭയങ്കര ഇതായി സർപ്രൈസ് ആക്കിപ്പോയി. അത് ഞാൻ തന്നെ കരുതി, അയ്യോ ഇത്ര ആൾക്കാരൊക്കെ കണ്ടിട്ട് വരുന്നുണ്ടോ, ഇത്ര ആൾക്കാരപ്പോ ഇതിലുണ്ടോ. പിന്നെ റീൽസ് വന്നപ്പോ ഒന്നും പറയാനില്ല, നല്ല ആൾക്കാരുണ്ട്. ഇപ്പൊ ഒന്നാമത് ഇപ്പൊ കുറെ കടകളും കൂടി വന്നപ്പോ നല്ല ക്രൗഡാണ് ഇവിടെ. ഇപ്പൊ ഈ ഒരു ടൈം അല്ല, ശരിക്കും നൈറ്റ് ആണ്. ഒരു ആഫ്റ്റർ 10:30 ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഫുള്ള് ക്രൗഡായി നിൽക്കുന്നത്. ഞാനൊക്കെ പിള്ളേരുടെ ചോദിക്കുന്നത് ഇത്ര ഇതുണ്ടാ, എന്തിനാണ് ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ എന്താണുള്ളതെന്ന്. പക്ഷെ എന്താണെന്നുള്ളത് എനിക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തന്നെ. ഇൻസ്റ്റാഗ്രാമിലൂടെ ഇത്ര ഫേമസ് ആകാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ ആ അമ്മമോളും അല്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. താങ്ക്സ് ടു സോഷ്യൽ മീഡിയ. കോവിഡ് കാലത്ത് സംരംഭങ്ങൾ പൂട്ടിപ്പോയതിന്റെ സങ്കട കഥകളാണ് പലർക്കും പറയാനുള്ളത്. പക്ഷെ ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെ പല സാധ്യതകളും പ്രയോജനപ്പെടുത്തി ഒരു സംരംഭത്തെ വിജയിപ്പിച്ചെടുത്ത കഥ പറയുകയാണ് ഈ അമ്മയും മകളും. ക്യാമറമാൻ നിതിൻ ജോസഫിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.